ഇവിടെ ചിലവരൊക്കെ വേണം, ഇവിടെ ചിലവരൊക്കെ വേണം. ഇല്ല, മോഹം കാണിക്കത്തില്ല വരെ. മുമ്പ് ഒരു മീനെ കിട്ടി, ഇപ്പോഴും ഒരു മീനെ കിട്ടി. കണ്ടു, ഒരു കാരിക്കുഞ്ഞി. നമ്മൾ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇട്ടിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്. ചാടിപ്പോ നോക്കുന്നു. നമ്മളിവിടാണ് ചിക്കൻ്റെ വേസ്റ്റ് ഒക്കെ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ ഒന്നും ചിക്കൻ്റെ പീസ് കാണുന്നില്ല. എനിക്ക് കൊക്കാണോ അതിനി? ഗായ്സ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇറച്ചി മിസ്സായെന്ന്. നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ആ നാരയാണ് എൻ്റെ ഇറച്ചി അടിച്ചോണ്ട് പോയത്. നമ്മൾ പിന്നെയും കറങ്ങി വന്നേക്കുക. നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കൂടിനകത്ത്. പുതിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇവിടത്തേനെ അറുത്ത് ഫ്രൈ അടിക്കാന്നുള്ള പരിപാടിയാണ്. നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഇരുട്ടിയിട്ടുണ്ട്. ഒരു 4-5 മീനുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് കാസ്റ്റിംഗ് അല്ല, ഇന്ന് ചെറിയൊരു ട്രാപ്പ് വെക്കാൻ വേണ്ടിയാണ്. ഇവിടെ പ്രാവശ്യം കണ്ടോ, ഇവിടുത്തെ ഒരു തോട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട് ഒരു പുഞ്ച സൈഡാണ്. അപ്പോൾ ഇന്ന് കാസ്റ്റ് ചെയ്യാൻ മീനൊന്നും കിട്ടത്തില്ല, കാരണം ചെറിയ മീനൊക്കെ ഉള്ളു. ഇപ്പോൾ ബാക്കിയെല്ലാം വല വീശി എല്ലാവരും പിടിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഒരു ഫിഷ് ട്രാപ്പ് ഒക്കെ വന്ന് വിചാരിച്ചു. വീട്ടിൽ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഇത് മേടിച്ചിട്ട് കുറേ നാളെ ഞാനിതുവരെ യൂസ് ചെയ്തതില്ല. ശരിക്കും എൻ്റെ ഫ്രണ്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഇത് മേടിച്ചാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ട്രാപ്പ് സാധാരണ ഇത് ഇവിടെ നമ്മൾ കൊണ്ടുവച്ച് പിറ്റേ ദിവസം പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ട് മീൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കോഴിക്കോട്ടൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട്ടൽ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇടവിട്ട് അങ്ങനെ എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് കല്ലാങ്കുട്ടി കിടന്ന് മറിയുന്നുണ്ട്. മീനെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം വർക്കൗട്ട് ആവുമില്ലോ. വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കരുതിക്കോ എനിക്ക് മീനെ കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, ശരിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. കോഴിക്കോട്ടിലൊക്കെ റെഡിയാണ്. സിമ്പിൾ പരിപാടിയാണ്. ഇതെടുത്ത് നേരെ ഇതിനകത്തോട്ട് ഇടുന്നു. പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമില്ല. വളരെ എളുപ്പം ചെയ്യുന്ന പരിപാടിയാണ്. ഇതിൽ ട്രാപ്പ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കോഴിക്കോട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നേരെ വെള്ളത്തിലിട്ടിടുന്നു. ഈ സൈഡ് കണ്ടോ, സൈഡിൽ കൂടെ ഇങ്ങനെ അകത്തോട്ട് കയറും. ഇതിനകത്തൂടെ വെളിയിൽ ഇറങ്ങത്തില്ലെന്ന് പറയുന്നത്. ഞാനിതൊരു യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഇതിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കലക്കൊള്ളാണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. കല്ലമുട്ടിയൊക്കെ ഇടുന്ന് മറിയുന്നുണ്ട്. മെയിനായിട്ട് ഞാനിപ്പോൾ ഇത് പിടിക്കാൻ വന്നേക്കുന്നത് എനിക്കൊരു വരാൽ കിടപ്പുണ്ട്, വളർത്തുന്നതാണ്. അതിന് ഫുഡ് കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുവാ കിട്ടുമോ ഇല്ലയോ. ഇപ്പോൾ ട്രാപ്പൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ എങ്ങനെ താഴും എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നേരെ എടുത്ത് അങ്ങോട്ടും ഇടുന്നതാണ്. എനിക്ക് നേരെ നമ്മൾ വെള്ളത്തിലിട്ടിടുന്നു. ഇത് എത്ര ദൂരം പോകുന്നു, ഇതെങ്ങനെ ആകുന്നൊരു പിടുത്തമില്ല. നമുക്ക് നോക്കാം. അയ്യോ, ചീറ്റിപ്പോയി ഗൈസ്. നെറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തായാലും താഴ്ചയില്ല, കുറച്ചൊരു താഴ്ച കാണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുറച്ച് നേരം നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നെറ്റ് താഴെയുള്ള താഴ്ചയില്ല ഇവിടെ, പക്ഷേ മീനൊക്കെ മറിയുന്നുണ്ട്. എനിക്കൊന്ന് കുറച്ചുകൂടെ അപ്പുറത്തായിട്ടാണ് കുഴി, പക്ഷേ അവിടെ എറിയാൻ പറ്റുന്നില്ല. നമ്മൾ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇട്ടിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്. ഇപ്പോൾ വരാനും വേണ്ടിയാണ്. ഇപ്പോൾ 1-2 കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു പരീക്ഷണമാണ്. ഗൈസ്, പണി ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. നമ്മളിവിടാണ് ചിക്കൻ്റെ വേസ്റ്റ് ഒക്കെ വെച്ചിരുന്നത്. കുറച്ച് വെള്ളമൊക്കെ പിടി വെച്ചിട്ടുണ്ടായിരുന്നു മീനെ കിട്ടുവാണെങ്കിൽ ഇടാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഒന്നും ചിക്കൻ്റെ പീസ് കാണുന്നില്ല. എനിക്ക് കൊക്കാണോ അതിനി വല്ല പട്ടികളും എടുത്തുകൊണ്ട് പോകണമെന്ന് അറിയത്തില്ല. പണി ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇറച്ചിക്കട വരെ പോകണേ ഒരുപാട് ദൂരമുണ്ട്. എന്ത് ചെയ്യും ഗായ്സ്, പണിപാളി ഗായ്സ്. അവിടെയാണ് ട്രാപ്പ്. ഇവിടെ നിന്ന് നടന്നു പോയിട്ട് കുറച്ച് സമയം എടുത്ത്. ഞാനത് വളഞ്ഞ് പോകുന്നുണ്ടേ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്ത്. തിരിച്ചു ഞാൻ പറ്റുന്ന സംഭവമില്ല. ഇത്രയും ദൂരമുള്ളൂ. ഇവിടെ നിന്ന് ബാഗിരിക്കുന്നുണ്ടോ, അവിടെ ഇറച്ചിയൊക്കെ വെച്ചിരുന്നേ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ
എടുത്ത് ബാഗിനകത്ത് വെക്കണമെന്നുണ്ടോ, പിന്നെ സ്മെല്ല് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ വെളിയിൽ തന്നെ വെച്ചു. പക്ഷെ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേനും ആരും അടിച്ചോണ്ട് പോയി. പട്ടിയെല്ലാം ആയിരിക്കും. നോക്കാം മീനെ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് കടയിൽ പോയി മേടിക്കാം. ഇവിടെ ഇനി ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ മിസ്റ്റേക്കാണ്. എന്താണ് കുറച്ച് നാളുടെ മൊത്തം മിസ്റ്റേക്കാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇറച്ചി മിസ്സായെന്ന്. അവിടെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ആ നാരയാണ് എൻ്റെ ഇറച്ചി അടിച്ചോണ്ട് പോയത്. നമ്മൾ പിന്നെയും കറങ്ങി വന്നേക്കുക. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവൻ എൻ്റെ ഇറച്ചി മൊത്തം അടിച്ചോണ്ട് പോയി. അത് ഇറച്ചി നല്ല പീസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പഴയ ഇറച്ചിയുടെ ആർക്കാണ്ട് പാഴ്സൽ വെച്ച് അത് കൊണ്ടുപോയില്ല. അപ്പം ആ വേസ്റ്റ് ഇറച്ചിയുടെ പീസൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവൻ വന്ന് നൈസായിട്ട് അടിച്ചോണ്ട് പോയി. അപ്പം പിന്നെ വന്നാൽ കൊണ്ടുവന്ന് നോക്കി നാറി. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ട്രാപ്പ് ഇട്ടിട്ട്. നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. മീൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാപ്പ് ഇവിടെ തന്നെ ഇട്ടിട്ട് പോയി ഇറച്ചി വേറെ എടുത്തുകൊണ്ട് വരാം. എടുക്കാൻ പോവാണ്. മീനുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഒരുപാട് സമയം നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ലോ. മീൻ കയറിയിട്ടില്ല ഗായ്സ്. ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കൂട് വെച്ചിടത്തുനിന്ന് കിട്ടിയ മീനെ കൊണ്ടു. ഇതിനെ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. വിചാരിച്ച പോലെ മീൻ കിട്ടുന്നില്ല ഗൈസ്. കാണുന്ന മീനൊന്നും കിട്ടിയില്ല. ഞാനിപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇഞ്ചൻ പേരുടെ ഇവിടെയാണ് മോട്ടർ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ ഇവിടെ ഒരു കുഴിയുണ്ട് ഇഞ്ചിൻ ഇരിക്കുന്നതിൻ്റെ അവിടെ. ഇഞ്ചിനല്ല മോട്ടർ. അത് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എല്ലാം കിട്ടുന്നുണ്ടോ ഇല്ലയോ. കിട്ടുന്നില്ല നമുക്ക് വീട്ടിൽ വേറെ സമയങ്ങളുണ്ടല്ലോ. പോയിട്ട് വലയായിട്ട് വരാം. മുമ്പ് ഒരു മീനെ കിട്ടി. ഇപ്പോഴും ഒരു മീനെ കിട്ടി. കണ്ടു, ഒരു കാരിക്കുഞ്ഞ്. ഒന്നല്ല 2 കാരിക്കുഞ്ഞുണ്ട്. വലിയ മീനൊന്നും കയറുന്നില്ല. എന്താ അറിയത്തില്ല. ഇനി ഇതിൻ്റെ ഇടയ്ക്കൂടെ വല്ല ഗ്യാപ്പ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനി ഗ്യാപ്പ് വഴി ഇറങ്ങി പോകുന്നതാണോ എന്ന് വലിയ പിടുത്തമില്ല. കൊച്ചുപോട്ട് വരട്ടെ. മാണ്ട് പോയി. വലിയ നിന്നില്ലയോ ഇരിപ്പുണ്ടോ. കണ്ടും കണ്ടില്ല, ഭക്ഷണം കണ്ടില്ല, ഒന്നും കണ്ടില്ല. നമുക്ക് കൂടിനകത്ത് അധികം മീനൊന്നും കിട്ടിയില്ല. പിന്നെ ചെറിയ മീനൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. നീ വെറും കൈയോടെ പോകേണ്ടി വന്നേരം പണി പാളിയാനും വരും. ചെറിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. മൊത്തം ചൂടയുടെ പൊട്ടിക്ക് മീനുണ്ട്. കണ്ടോ, തൂളി നിർത്തില്ലേ, ആ സൈസ് മീനാണ് മൊത്തം. നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കൂടിനകത്ത്. അത്യാവശ്യം നമുക്ക് മീൻ കൊടുക്കാനുള്ള 2 ദിവസത്തേക്ക് മീൻ കൊടുക്കാനുള്ള ഫുഡായിട്ടുണ്ട്. ഈ സാധനം കുത്തുന്നു. എൻ്റെ കൊമ്പ് ഓടിച്ച് കളയുന്നു. മീൻ കുത്തത്തില്ല. കുത്തിക്കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന മാതിരി ഇത്ര വലിച്ചിന് പോകാം.
എടുത്ത ബക്കറ്റ് ഇട്ടു. അല പിടിക്കല്ലേ? അങ്ങനെ മീനെ പിടി, അങ്ങനെ പിടിക്കാം. തല അവിടെ ഞെക്കി പിടി. അതുകൊണ്ട് ആ കാര്യം പിടിച്ചോ. കാര്യം കൊമ്പ് പിടിച്ചോ. ഒരു കുത്തി കെട്ടണോ? കെട്ടണോ? അയ്യോ പിള്ളേരൊക്കെ പഠിക്കണം, അത് കുഴപ്പമൊന്നുമില്ല. മീൻ പിടിക്കുമ്പോ ഇവനില്ല വരമ്പത്ത് ഇറങ്ങത്തുമല്ലോ. അന്ന് ഇപ്പോഴും അങ്ങനെ ഇപ്പോഴും കരച്ചാ അങ്ങനെ കളിക്കുന്നൊന്നും അല്ലവനെ. നീ എങ്ങനെ പിടിച്ചോ? എങ്ങനെയാലും പിടിക്കാം. ഒന്നും പിടിക്കില്ല. അന്ന് പിന്നെ നമ്മുടെ ഇറങ്ങുന്ന കാര്യം കേട്ടോ. ഞാൻ കണ്ട പ്രസാദമായിട്ട് കൊമ്പ് പിടിച്ചിട്ടുണ്ട്. അല്ല പ്രസാദ് കൊമ്പ് പിടിച്ചു. കൊമ്പ് പിടിച്ചോ. എടുത്തു നാളെ ഇങ്ങനെ അടിച്ചേ, ഇങ്ങനെ അടിച്ചേ. നാളെ കുഞ്ഞിന്റെ ഇല ഫുള്ള് ഞങ്ങളുടെ ഇല വാട്ടോ. രാവിലെ 10 മണി മുതൽ ഞങ്ങളെ വീട്ടിലുണ്ട്. ഫുൾ ചെലവാ അല്ലിക്കുട്ടിയുടെ. നാല് ഡാൻസ് ഉണ്ടോ? സിംഗിളായിട്ടുണ്ടോ? സിംഗിളായിട്ട് വെക്കണേ നമ്മൾ പ്രത്യേകം ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ പ്രത്യേകം ചെയ്യണം. അത് വേണ്ട നമുക്ക് അതിന്റെ ആവശ്യം. ഇത് ഗ്രൂപ്പായിട്ടും ചെയ്താൽ മതി. ഗ്രൂപ്പിലാ സിംഗിൾ വേണം. സിംഗിൾ ഞങ്ങൾ ഗുരുവരമ്പലത്തില് ഞങ്ങളെയൊക്കെ കൊണ്ടുപോകണം. മിനി ട്രാവലൊക്കെ ചെറിയൊരു ട്രാവൽ പിടിച്ചാൽ പോവാം. വലിയ ഞങ്ങളൊക്കെ ഉള്ള ചേരം എടുത്ത് വിളിച്ചു പറഞ്ഞു 1.5 മണിക്കുള്ളിൽ ഞാൻ പറഞ്ഞു നമുക്ക് സെറ്റപ്പ് കിട്ടും. പക്ഷെ 1.5 മണിക്കൂടെ പരിപാടി നടക്കില്ല. ഈ കുഞ്ഞുങ്ങളെ കൂടെ നമുക്ക് കൊണ്ടുപോകണം. പുള്ളി പറഞ്ഞു വിളിച്ച് ഞാൻ പറയാം. നമുക്ക് ഒരു 2.5 മണിക്കൂർ കിട്ടില്ല. ഇവിടെ ഗുരുവരമ്പലത്തിൽ പുള്ളി സെറ്റപ്പ് ചെയ്താലെന്ന് പറഞ്ഞു. അടുത്ത മാസം മാർച്ച് അവസാനം. ഇത് ഫെബ്രുവരി മാർച്ച് അടുത്ത വരുമല്ലേ? മാർച്ച് ഏപ്രിൽ പരിപാടി നടത്താൻ പറ്റും. ഏപ്രിൽ 1st 2nd വീക്ക്. കമ്മിക്കാനുള്ള കുറച്ച് മീനും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു 3-4 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വന്നായിരുന്നെങ്കിൽ വെറുതെ കൈവീശി പോകത്തുള്ളായിരുന്നു. പിന്നെ കമ്പനിക്കാർ ഇവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരോളമായി. 10 പേരുണ്ട്. 2 പേര് പോയല്ല കൊണ്ട് വേറെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടി പോയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. വലിയ ചിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ മോഹം എടുക്കായിരുന്നു. അത്യാവശ്യം നല്ല സിലൊക്കെ ഉണ്ട്. വല കൊണ്ടുപോടാ. ഇതാ വല കൊണ്ടുപോവാ. അതും ചെയ്യാറ്, അതുകൊണ്ട് മുക്കിയെടുക്കുന്നു. നീ ആദ്യം അവിടെ കണ്ടിട്ട് ഞാനാ നിന്റെ ഫ്രണ്ട് താഴെ കിടക്കുന്നു. എടാ ഫ്രണ്ട് താഴെ കിടപ്പുണ്ട്. നേരെ താഴോട്ട് ഇറങ്ങിക്കോ. എടാ നേരെ കിടപ്പുണ്ട് താഴെ. ഇവന്റെ കേട്ടോ ചെറുതിട്ടേ കിട്ടാടാ, നീ പേടിക്കണ്ട.
ഞാൻ കൂടിയും തരണ്ട. ഇത് മാറ്റാൻ നെറ്റ് കൊണ്ട് നെറ്റ് കൊണ്ട് അത് പിടിക്കുന്ന സൂക്ഷിച്ചാണ്, കൈ കെട്ടി കയറുന്നു. അറിയാം, സാധാരണ പിടിക്കരുത്. ഈ ബക്കറ്റ് മറ്റേ ചത്തു പോടാ. അത് വെട്ടിയില്ലായിരുന്നു. ബക്കറ്റ് വെച്ച് ഏറ്റവും വലിയ സൈസ് സാധനമാണ്. എന്താ സിലസ് വലുതന്നെ പിടിച്ചിട്ട് കാര്യം പറയാം. ഇതേ ഈ 2 കിലോ നമുക്ക് വറുത്തോണ്ട് നീ ഇതിട്. ഈ സാധനം ഇല്ലേ, അതിന് വെളി ഒച്ചക്ക് പൊളിക്കാൻ പെട്ടെന്ന് ഒരു കാല് കിടക്കുക. പിന്നെ പൊളിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത നീ പൊളിയടാ. ഇതുണ്ടോ, അതുകൂടെ പൊളി. വെള്ളത്തിലെടുത്ത് കരയ്ക്ക് പൊങ്ങിയാ നിൽക്കുന്നത്. പകുതി കരയ്ക്കാ നിൽക്കുന്നത്. ഞാൻ 4 മണി പൊളി. വെള്ളത്തിലിട്ട് പതുക്കെ ഇറങ്ങി കിടക്കത്തില്ല, കരയ്ക്കാ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുകയാണിത്. ഇവിടെ തന്നെ കറി വെക്കുവാണ്. ഇവിടെ തന്നെ കറി വെക്കുവാണ്. എല്ലാം ഇവിടെ ഈ സാധനം ഇതിലെ മീൻ പൊളിക്കാൻ 5 മിനിറ്റ്. ഇത് പെട്ടെന്ന് ഇതാകുന്നത്. നല്ല പിന്നെ അല്ലേ പണിയാണ്. 5 മിനിറ്റ് പൊളിച്ചാൽ 2 മിനിറ്റ് പൊളിച്ചു. ഒരു പണിയില്ല. ഇത് കണ്ടോ, സാധനം കൊണ്ട് പിടിക്കുക. 2 മിനിറ്റ് കൊണ്ട് നോക്കി ഇപ്പൊ പൊളിച്ചാണ്. എന്താ ഇതാണ് ഇത്രയേ ഉള്ളൂ. കണ്ടോ, വെട്ടുകത്തി വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതില്ല, ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് പൊളിക്കാൻ പറ്റിയ മീനില്ലേ, വേറെ ഒന്നുമില്ല. നമ്മൾ എവിടെ പിടിച്ചില്ലേ, 4 വലി കിട്ടി മീൻ. വേണ്ട, സിലോപ്പിയും കരിമീനൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മീനാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ആരെന്നോട് ഈ അബദ്ധം പറഞ്ഞത്? അല്ല, ഞാൻ കരുതിയതേ മൊത്തം ഇത്ര കണ്ടോ, ഇത്ര കണ്ടോ. ഇത് ഒരെണ്ണം കൂടെ ഉള്ളു, ഒറ്റ ഒരെണ്ണം കൂടെ ഉള്ളു. എന്താ സാധനം ഉപ്പോ? ഇത് ചെറിയ ഗ്രിപ്പിന് വേണ്ടി പിടിക്കുന്ന. ഇന്നലെ ഇവിടെ വെച്ച് പൊളിച്ചങ്ങനെ വീട്ടിൽ കൊണ്ടുപോയോ അതോ വിറ്റോ? വിറ്റൊന്നുമില്ല, നമ്മൾ വീട്ടിൽ കറിയൊക്കെ. ഇത് ഇവിടെ വെച്ച് പൊളിച്ചാൽ പെട്ടെന്ന് വീട്ടിൽ തന്നെ ബാക്കി സെറ്റപ്പ് ചെയ്താൽ മതി. ഞാൻ ഇന്നലെ പൊളിച്ച ഏയ് നമ്മൾ വീട്ടിൽ ഇവിടെ വെച്ച് പൊളിച്ച നമുക്ക് വീട്ടിൽ അവർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഈ പൊളിക്കാതിരിക്കില്ലേ, ഇവിടെ ചെന്നാൽ പെണ്ണുമ്പിളെ ചിലപ്പോൾ ചീത്ത വിളിക്കും. പിന്നെ ഇത്രയും മീനുകൊണ്ടൊക്കെ ചെല്ലും.
ഇതേണ്ട സാധനം വെട്ടും ആ വരുക. ആ ആ നിങ്ങളെങ്ങനെ സിലോപ്പി വിളിക്കുന്നേ? ഞാൻ വിളിക്കില്ല, വീട്ടിൽ ഇങ്ങനെ കൊണ്ട് കൊടുക്കത്തില്ലല്ലോ. വീട്ടുകാരെങ്ങനെ വിളിക്കുന്നേ? അവർ വേറെ സ്റ്റൈലിലായിരിക്കും വിളിക്കുന്നത്. സ്റ്റൈല് ഇതേ ഉള്ളൂ കേട്ടോ. എന്തായാലും മീൻ പൊള്ളിക്ക് ഒറ്റ സ്റ്റൈലേ ഉള്ളൂ. ഇത്ര ഉള്ളു. പുതിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇവിടത്തേനെ അറുത്ത് ഫ്രൈ അടിക്കാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ മീൻ വെട്ടാനുള്ള പരിപാടിയിലാണ്. എല്ലാ മീനൊന്നുമില്ല, സിലോപ്പിയൊക്കെ ഉണ്ട്. 2 മണം വലുത്. 2 എടുത്ത് ഇപ്പോൾ ഫ്രൈ അടിക്കാൻ വിചാരിച്ച്. അപ്പം നോക്കട്ടെ, പറ്റെങ്കിൽ കാണിക്കാം. കാരണം സമയം ഒരുപാടായി, ഇനി അറിയത്തില്ല. അങ്ങനെ ഒരു പ്ലാനുണ്ട്, നമുക്ക് നോക്കാം. ഇവിടത്തേനെ വെട്ടി കറി വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. കറിയല്ല, സോറി, വറക്കാനുള്ള പ്ലാനിങ്ങിലാണ്. നോക്കാം. നമുക്ക് സമയം കിട്ടാൻ നിർത്തിയപ്പോഴത്തേക്ക് ഇരുട്ടിയിട്ടുണ്ട്. ക്യാമറ കാണാൻ പറ്റുന്ന ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്. നമ്മുടെ സമയം ഇവിടെ തന്നെ വെട്ടി ഞങ്ങൾ ഇവിടെ തന്നെ ഫ്രൈ അടിക്കുന്ന പരിപാടിയാണ്. രണ്ട് ചെറുതേ ഉള്ള വലുതൊന്നും അല്ല. ഇതുകൊണ്ട് ഇത് വെട്ടി മാറ്റിയേക്കാം. കാര്യം എടുത്തിട്ട് സഞ്ചി മറ്റേ വള്ളി നമ്മുടെ ഇത് സഞ്ചി അത് വേണ്ട. ഇത് വിട്ട് അന്നേരം വെട്ടി മാറ്റണം. നെറ്റോ നെറ്റത്തെ നെറ്റ് കൊണ്ട് അവിടെ കൂടുന്നുണ്ടോ? മീൻ ഇവിടെ തന്നെ പക്കറ്റിങ് എടുക്കും. എടുക്കുന്നില്ല, എടുക്കുന്നുണ്ട്. ചെളി സഹിതമാണ് വാരി ഇടുന്നത്. സാധനം ഉണ്ടായിരുന്നു കേട്ടോ. വിരിക്കൽ ഇച്ചിരി കുറക്കടി എടുക്കട്ടെ. ഒന്നര കിലോ ഒക്കെ ഉള്ള പിടിച്ച 2 കിലോ ഒക്കെ ഉള്ള പിടിച്ച കൈ വെട്ടിക്കളയാ. വെട്ടിടാ. അയ്യോ, ആട് കിട്ടിയാ? ചെറുതായിട്ട് കിട്ടി. എന്നിട്ട് തന്നെ ഇത്ര എന്നിട്ട് തന്നെ ഈ ഒരു എടുത്തരാ. അത് ആണ് അതിനകത്ത് രണ്ടു കിട്ടോ? തീർച്ചയുണ്ട്. ഇപ്പൊ ഒരു കൈ ഒന്നും കൊണ്ട് വെട്ടണ.
ചാടിപ്പോകുന്നു. ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. ഫുഡ് കാര്യമല്ലേ മുട്ടി വരാല് വരാൻ കിടപ്പുണ്ട്. എല്ലാത്തിനും ആരട്ടെ ബാക്കിയുള്ള ചത്തും ഓടുകളുണ്ട്. എത്ര മീനുണ്ടെന്ന് അറിയത്തില്ലല്ലേ. ഒരു 5 മീനുണ്ട്. പക്ഷെ ഇത് ക്യാമറക്കകത്ത് അതെങ്ങനെ മനസ്സിലാവുമെന്ന് അറിയത്തില്ല.